നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം നിർവഹിച്ച് മലയാളത്തിന്റെ യൂത്ത് സൂപ്പർ സ്റ്റാർ ടൊവിനോ തോമസ് നായകനായ മാസ് ആക്ഷൻ ഫാന്റസി ഡ്രാമ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. മുത്തശ്ശി കഥകൾ പോലെ ദുരൂഹതകളും വിസ്മയങ്ങളും കൊണ്ട് കെട്ടുകഥകൾ നിറഞ്ഞ ഒരു കഥ. അതാണ് അജയന്റെ രണ്ടാം മോഷണം. കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ എന്നിങ്ങനെ 3 കഥാപാത്രങ്ങളായി ടൊവിനോ തോമസ് എത്തുമ്പോൾ യഥാപ്രകാരം 1900 തുടക്കവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് തോന്നിപ്പിക്കുമാറ് 1950 കാലഘട്ടവും ശേഷം 90കളുമാണ് 3 കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിന്റെ ശബ്ദത്തിലൂടെ തുടങ്ങുന്ന ചിത്രം വളരെ മികച്ച ടൈറ്റിൽ ഗ്രാഫിക്സിലൂടെ സിനിമ പറയാൻ പോകുന്ന കഥയുടെ ഉള്ളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ശേഷം ഭാവനാത്മകമായ ഹരിപുരം, ചിയോതിക്കാവ് എന്നിങ്ങനെയുള്ള സ്ഥലത്തേക്കും. ട്രെയിലറിൽ കണ്ടത് ഞങ്ങൾ ഡീകോഡ് ചെയ്തതുപോലെ ആകാശത്ത് നിന്നും പൊട്ടി വീണ ഒരു കല്ല്, അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത വിഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം വികസിക്കുന്നത്. 3 കാലങ്ങളിൽ 3 കഥാപാത്രങ്ങളിലൂടെ വിഗ്രഹത്തിന്റെ കഥ പറയുമ്പോൾ 3 സമയത്തെ മനുഷ്യരുടെയും ഈ 3 സമയത്തും നിലനിന്നിരുന്ന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ചതിയുടെയും പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും എല്ലാം കഥ പറഞ്ഞു പോവുകയാണ് അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസ് എന്ന താരത്തിന്റെ കരിയർ ബെസ്റ്റ് സെലക്ഷൻ എന്ന് നിസ്സംശയം പറയാം അജയന്റെ രണ്ടാം മോഷണത്തെ. കുഞ്ഞിക്കേളുവിന്റെ ഗ്രേസും മസ്കുലാരിറ്റിയും അജയന്റെ ചടുലതയും ഭാവപ്രകടനങ്ങളും മാറ്റി നിർത്തിയാൽ മണിയന്റെ പെർഫോമൻസും ഫ്ലെക്സിബിലിറ്റിയുമായിരിക്കും പ്രേക്ഷകരുടെ കണ്ണും മനസ്സും നിറയ്ക്കാൻ പോകുന്നത്. മണിയൻ എന്ന കഥാപാത്രത്തിന് വേണ്ടി മാത്രം ഒരു സിനിമയുണ്ടായാൽ പോലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ARM കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. അത്രമാത്രം ലെയറുകളുള്ള ഡീറ്റെയിലിംഗ് ഉള്ള ഒരു മരണമാസ് കഥാപാത്രമാണ് അജയന്റെ രണ്ടാം മോഷണത്തിലെ മണിയൻ എന്ന കള്ളൻ. അത്ര മനോഹരമായിട്ടാണ് ആ കള്ളൻ പ്രേക്ഷകരുടെ മനസ്സ് വരെ കവർന്നെടുക്കുന്നത്. ടൊവിനോയുടെ 3 കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ അഭിനയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് ഒന്ന് സുരഭി ലക്ഷ്മിയുടേതാണ്. 2 പ്രായത്തിലുള്ള സുരഭിയുടെ പെർഫോമൻസും വളരെ മികച്ചതായി തോന്നി. അന്യഭാഷാ നടിയായിട്ടും വളരെ തന്മയത്തോടുകൂടി തന്നെ കൃതി ഷെട്ടിയും തന്റെ കഥാപാത്രത്തെ ഭംഗിയാക്കി. ചില സീനുകളിൽ ക്യൂട്ട്നെസ് അല്പം കൂടിപ്പോയിട്ടുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. വളരെ ചെറിയ ഭാഗമായി ഉള്ളവെങ്കിലും ഐശ്വര്യ രാജേഷിന്റെ കഥാപാത്രവും നന്നായിരുന്നു. ഹരീഷ് ഉത്തമൻ, രോഹിണി, അജു വർഗീസ്, ബേസിൽ ജോസഫ്, സുധീഷ്, നിസ്താർ, ജഗദീഷ് എന്നിവരുടെ കഥാപാത്രങ്ങളും മികച്ചതായി തോന്നി. ഹരീഷ് ഉത്തമന്റെ കഥാപാത്രത്തിന്റെ ട്രാക്ക് അവസാന ഭാഗത്ത് പെട്ടെന്ന് കൊണ്ട് നിർത്തിയതുപോലെ തോന്നി. അതൊരൽപ്പം ക്രിഞ്ചായി തോന്നിയിരുന്നു. എങ്കിലും ആകെ മൊത്തത്തിൽ വളരെ നല്ല വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അജയന്റെ രണ്ടാം മോഷണം നൽകുന്നത്. മികച്ച കലാ സംവിധാനത്തോടൊപ്പം വളരെ മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫിയുമാണ് അജയന്റെ രണ്ടാം മോഷണത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കളരിപ്പയറ്റും നാടൻ തല്ലും അതിന്റെ എല്ലാ മനോഹാരിതയോടും കൂടിയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും വളരെ മികച്ചതായി തന്നെ ജിതിൻ ലാൽ ഒരുക്കിയിട്ടുണ്ട്. എബോ ആവറേജ് ആയി തന്നെയാണ് ചിത്രത്തിലെ ഗാനങ്ങളും പോകുന്നത്. BGM വളരെ മികച്ചതായി നിൽക്കുന്നു. ദിബു നയനാൻ തോമസ് ആണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ചടുലവും മനോഹരവുമായ ഛായാഗ്രഹണം ഒരുക്കി ജോമോൻ ഡി ജോൺ ഒരിക്കൽ കൂടി തന്റെ സിഗ്നേച്ചർ മലയാളത്തിന് നൽകിയ ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം. 2D ആയും 3D ആയും ചിത്രം ഒരേ സമയം റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഓണത്തിന് അജയന്റെ രണ്ടാം മോഷണം ബോക്സ് ഓഫീസിൽ വിജയക്കൊടി പാറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽ.